നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പല നിയമയുദ്ധങ്ങൾക്കുമൊക്കെ ശേഷമാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രമുയർന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും അയോധ്യ എന്ന ക്ഷേത്ര നഗരിയെ അറിയുന്നവരാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തു നിന്നുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ അയോധ്യ ശ്രീരാമ ക്ഷേത്രം സന്ദർശിക്കുന്നത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നു. അതുകൊണ്ട് തന്നെ വാർത്തകളിൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു ക്ഷേത്രമാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രം. എന്നാൽ അവിടെ നടന്ന കൊള്ള അതിപ്പോൾ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുകയാണ്. കാണിക്കയായി ലഭിച്ച അമൂല്യ വസ്തുക്കൾ, പണവും സ്വർണവും വെള്ളിയും അടക്കം അവിടെ നിന്ന് മോഷണം പോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് ഏതാണ്ട് 5 കോടി മുതൽ 7.5 കോടി വരെയോളം രൂപ വിലമതിക്കുന്ന ഈ കാണിക്കയായി ലഭിച്ചിട്ടുള്ള അമൂല്യ വസ്തുക്കൾ അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിയെന്ന് സമാജ്വാദി പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി തേജ് നാരായൺ പാണ്ഡെയാണ് ഈ കഴിഞ്ഞ ജൂൺ മാസം 7-ാം തീയതി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. സത്യത്തിൽ ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിച്ച ഒരു പ്രസ്താവനയായിരുന്നു അത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളവും RSSനെ സംബന്ധിച്ചിടത്തോളവും മറ്റു പല സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളവും ഈ വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കി. കാരണം അഴിമതിരഹിതമായ ഒരു ഭരണമാണ് 2014 മുതൽ ഈ രാജ്യത്ത് നടപ്പിലുള്ളത് എന്ന് അവകാശപ്പെടുകയാണ് BJP. ആ സമയത്ത് അയോധ്യയിൽ നിന്ന് ഇങ്ങനെ ഒരു കൊള്ളയുടെ വാർത്ത അത് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി നേരിട്ട് ഇടപഴകുന്നവരെല്ലാം തന്നെ RSSൻ്റെയും പരിവാർ സംഘടനകളുടെയും നേതാക്കന്മാരാണ്. അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപാധ്യക്ഷനായ ചമ്പത് റായിയാണ്. അതുകൊണ്ട് തന്നെ സംഘടനകൾക്ക്, സംഘപരിവാർ സംഘടനകൾക്ക് വലിയ ആഘാതമായിരുന്നു ഈ അയോധ്യയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. കാണിക്കയായി ലഭിച്ച പണവും മറ്റ് അമൂല്യ വസ്തുക്കളും ഇത് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ടീം അടിച്ചുമാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൂൺ 7-ാം തീയതിയാണ് അങ്ങനെ ഒരു ആരോപണം വരുന്നത്. ജൂൺ 13-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കുന്നതിനായി നിയോഗിച്ചു. 5 മുതൽ 7.5 കോടി രൂപ വരെ അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയി എന്നായിരുന്നു ആരോപണം. ജൂൺ 15 മുതൽ 20 വരെ SIT ക്ഷേത്രത്തിൽ അന്വേഷണം നടത്തുന്നു. അതിനുശേഷം ജൂൺ 26-ന് FIR രജിസ്റ്റർ ചെയ്യുന്നു. 8 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തുന്നു. ഈ അറസ്റ്റ് ചെയ്ത 8 പേരിൽ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ വിശ്വസ്തനും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുമായിട്ടുള്ള ടിന്നു യാദവ് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ക്ഷേത്ര ട്രസ്റ്റിനെ കുഴക്കിയത്. അതുകൊണ്ട് തന്നെ ചമ്പത് റായിക്ക് അടക്കം ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ചമ്പത് റായിക്ക് ഈ കേസുമായി ബന്ധമൊന്നുമില്ലെന്നും സർക്കാരോ അല്ലെങ്കിൽ SITയോ ഈ കേസുമായി ബന്ധപ്പെട്ട് ചമ്പത് റായിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുമൊക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നുണ്ട്. രാജി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു മാത്രമാണ് എന്നും സംഘടന പറയുന്നു. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപാധ്യക്ഷനെതിരെ ഇപ്പോൾ യാതൊരു വിധമായ സംഘടനാ നടപടികളുമില്ല എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടാനുള്ള സാധ്യതയും ഏറെയാണ്. അതായത് സംസ്ഥാന സർക്കാർ CBIയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ആലോചിച്ചൊരു പക്ഷേ തീരുമാനമെടുത്തേക്കും. വരും ദിവസങ്ങളിൽ ഇത് കേന്ദ്ര ഏജൻസികൾക്ക് വിടാനുള്ള സാധ്യതയും ഏറെയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് അയോധ്യ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ചില വാരാണസി കണക്ഷനുകൾ ഉണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അറസ്റ്റ് ചെയ്ത 8 പേരിൽ 6 പേരും 6 ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് വാരാണസിയിലെ ഒരു സെക്യൂരിറ്റി ഏജൻസിയാണ്, ഒരു സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയാണ്. HR റിക്രൂട്ട്മെൻറ്റ് അടക്കം നടത്തുന്ന ഒരു സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയാണ് അറസ്റ്റിലായ 8 പേരിൽ 6 പേരെയും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൈനിക് സെക്യൂരിറ്റി സർവീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ രാജ്യത്തെമ്പാടും ശാഖകളുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ അടക്കം ഈ സ്റ്റാഫുകളെ നൽകിയിട്ടുള്ള, സെക്യൂരിറ്റികളെയൊക്കെ നൽകിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് വാരാണസിയിലെ സൈനിക് സെക്യൂരിറ്റി സർവീസ്. ഈ സൈനിക് സെക്യൂരിറ്റി സർവീസിൻ്റെ MD ഗൗരവ് സിംഗ് പറയുന്ന ഒരു പ്രസ്താവന ഇക്കാര്യത്തിൽ വളരെ വിചിത്രമായ ഒന്നാണ്. അതായത് 8-ൽ 6 പേരും ഈ പറയുന്ന സൈനിക് സെക്യൂരിറ്റി സർവീസ് റിക്രൂട്ട് ചെയ്ത് നൽകിയ ജീവനക്കാരാണ്, അല്ലാതെ
ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയാഘട്ട് ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിലാണ് അയോധ്യ ക്ഷേത്രത്തിന് ഉള്ള 3 അക്കൗണ്ടുകൾ, 3 ബാങ്ക് അക്കൗണ്ടുകളാണ് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിനുള്ളത്. അതിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയാഘട്ട് ബ്രാഞ്ചിലാണ്. ഈ ബ്രാഞ്ച് അധികൃതർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ 19 ആൾക്കാർ, ബ്രാഞ്ചുകാർക്ക് 19 ആളുകളെ വേണം എന്നാണ് ഈ ഏജൻസിയോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയാഘട്ട് ബ്രാഞ്ച് പറഞ്ഞതനുസരിച്ച് 19 പേരെ റിക്രൂട്ട് ചെയ്ത് നൽകിയതായിരുന്നു. മാത്രമല്ല ഈ നയാഘട്ട് ബ്രാഞ്ചുകാർ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇവരെ ചുമതലപ്പെടുത്തിയതല്ല, മറിച്ച് തങ്ങളുടെ പക്കൽ 19 പേരുണ്ട്, ഇവരെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യണം, എന്നിട്ട് ഞങ്ങളെ ഈ ക്യാഷ് കൗണ്ടിങ് ടീമിലേക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് 19 പേരെയും റിക്രൂട്ട് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വകാര്യ ഏജൻസിയിൽ നിന്നും സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്തത് ക്ഷേത്ര ട്രസ്റ്റ് അല്ല, മറിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നാണ് ഇപ്പോൾ ഈ ഏജൻസി നൽകിയിരിക്കുന്ന മൊഴി. അതായത് അറസ്റ്റിലായ 8 പേരിൽ 6 പേരും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജീവനക്കാരല്ല, മറിച്ച് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ജീവനക്കാർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജീവനക്കാരാണ്, ക്യാഷ് കൗണ്ടിംഗ് ടീമിലുള്ള ജീവനക്കാരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 8ൽ 6 പേരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജീവനക്കാരായിരുന്നു. 19 പേരെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസോ നേരിട്ടായിരിക്കും ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കാറ്. പക്ഷേ പതിവിൽ നിന്ന് വിരുദ്ധമായി ഒരു ബ്രാഞ്ച് തന്നെ 19 പേരെ റിക്രൂട്ട് ചെയ്ത് നൽകാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല ഞങ്ങളുടെ സ്റ്റാഫുകളെ അല്ല, ബ്രാഞ്ച് തന്നെ ഇതിനോടകം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് തന്നെ നൽകണം എന്നായിരുന്നു വിചിത്രമായ ആ ഒരു ആവശ്യം. അത് ഞങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന സ്വർണ്ണ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ പണം അപഹരിക്കൽ അടക്കം നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് അയോധ്യ സ്വർണ്ണ കവർച്ച അല്ലെങ്കിൽ അയോധ്യയിൽ നിന്നും വിലപിടിപ്പുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയ കേസിൽ വാരാണസി കണക്ഷൻ ഉണ്ടായിരിക്കുന്നു. ആ വാരാണസിയിലെ സെക്യൂരിറ്റി ഏജൻസിയാണ് ജീവനക്കാരെ നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്വേഷണം ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കും നീളുന്നു. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസോ റീജിയണൽ ഓഫീസോ ഈ റിക്രൂട്ട്മെന്റിൽ ഇടപെടാത്തത്? ഒരു ബ്രാഞ്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു 19 റിക്രൂട്ട്മെന്റുകൾ നടത്തിയത് എന്നീ കാര്യങ്ങൾ ഇപ്പോൾ SIT അന്വേഷിച്ചു വരികയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇനിയിപ്പോൾ CBIക്ക് വിടാൻ പോകുന്നു എന്ന്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകളെല്ലാം കേന്ദ്ര ഏജൻസിയായ CBI ആണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേസ് CBIക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും തെളിഞ്ഞിരിക്കുകയാണ്. നേരത്തെ അയോധ്യ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹങ്ങളും അമൂല്യ വസ്തുക്കളും അടക്കം മോഷണം പോയി എന്നാണ് വാർത്ത വന്നിരുന്നത്. ചില യൂട്യൂബ് ചാനലുകളിലും മറ്റുമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നത്. പിന്നീട് മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. ജനപ്രതിനിധിയായിട്ടുള്ള തേജ് നാരായൺ പാണ്ഡെയാണ് ആദ്യമായി ഒരു രാഷ്ട്രീയ രംഗത്തു നിന്നും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. പിന്നീട് ഈ SIT നടത്തിയ പരിശോധനയിൽ സ്വർണം, വെള്ളി, വിഗ്രഹങ്ങളൊന്നും കാണാതെ പോയിട്ടില്ല. മറിച്ച് ഈ കാണിക്കകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന വ്യക്തികളാണ് അവിടെ മോഷണം നടത്തിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അതിപ്പോൾ വ്യക്തമാണ്. ഇങ്ങനെ കാണിക്കയിൽ നിന്ന് മോഷ്ടിച്ച പണം അത് നേരെ ശുചിമുറിയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് പോയി ചില വാഹനങ്ങളൊക്കെ സുരക്ഷാ പരിശോധന കൂടാതെ അയോധ്യയ്ക്കകത്തേക്കും പുറത്തേക്കും പോയി എന്ന ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അടക്കം ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നത്. അറസ്റ്റിലായ ഈ പറയുന്ന ജീവനക്കാരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന SITയും പോലീസുമെല്ലാം നടത്തിയിരുന്നതാണ്. ആ പരിശോധനയിൽ ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ 5 കോടി മുതൽ 7.5 കോടി വരെ കാണാനില്ല എന്ന ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നൊരു പക്ഷേ അന്വേഷണത്തിൻ്റെ അവസാനം വെളിപ്പെടുമായിരിക്കും. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. SIT പ്രഥമ ദൃഷ്ടിയ ഇവിടെ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തേക്കുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് SIT. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസിയെ അതായത് CBIയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന ഒരു വാർത്തയും വരുന്നത്. ഒരുപക്ഷെ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടി വരും. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ പോലും അന്വേഷണം നീളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന കവർച്ച, ആ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപക്ഷെ ഇനിയും വാർത്തകളിൽ
ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നിർണായകമായ വഴിത്തിരിവിലേക്ക് ഈ ഒരു അന്വേഷണം എത്തിയിരിക്കുകയാണ്. ആ വഴിത്തിരിവ് എന്ന് പറയുന്നത് അതിൻ്റെ വാരാണസി കണക്ഷനാണ്. അതിനോടൊപ്പം തന്നെ വാരാണസിയിലെ സെക്യൂരിറ്റി ഏജൻസി നൽകുന്ന മൊഴിയും കൂടിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് അവരുടെ തന്നെ കസ്റ്റഡിയിലുള്ള, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 19 ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തത്. അതിൽ 6 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അയോധ്യയിലെ മോഷണം ഇത് ചൂടുപിടിച്ച ചർച്ചയായി മാറുന്നു. അതേസമയം ഈ വാർത്ത വലിയ രീതിയിൽ അയോധ്യ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനായി ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഉപയോഗിക്കുന്നു എന്ന് BJP ആരോപിക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ അന്വേഷണം നടക്കുമെന്നും ഒരാളെയും, ഭഗവാന്റെ സ്വർണം അല്ലെങ്കിൽ പണം അത് കൈക്കലാക്കിയ ഒരാളെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോപണം ഉയർന്ന് മിസൈൽ വേഗതയിലാണ് സർക്കാർ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയത്. SIT അന്വേഷണം ഏർപ്പെടുത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര അന്വേഷണത്തിന്റെ സാധ്യതയും ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷിക്കുകയാണ്.